സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ എത്രത്തോളം ശക്തമാണെന്നും അവ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും വ്യക്തമാക്കുന്ന പുതിയൊരു വിവാദത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു സ്ഥാനാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കവേ തനിക്ക് ലഭിച്ച ഒരു ചെറിയ കടലാസ് കഷ്ണം കീറിക്കളഞ്ഞത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും വഴി തുറന്നു. ഇടതുപക്ഷ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഒരു സാധാരണക്കാരി നൽകിയ നിവേദനം പ്രതിപക്ഷ നേതാവ് അപമര്യാദയായി കൈകാര്യം ചെയ്തു എന്ന തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തിക്കൊണ്ട് കടലാസ് നൽകിയ മഹിളാ കോൺഗ്രസ് നേതാവ് റംലത്ത് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി സംഗമം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് താൻ വി.ഡി. സതീശനെ കണ്ടതെന്നും തന്റെ പ്രദേശത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ഒരു നിർദ്ദേശം എഴുതി നൽകിയതാണെന്നും റംലത്ത് വിശദീകരിക്കുന്നു. താൻ അദ്ദേഹത്തിന് ഹാരമർപ്പിക്കാൻ പോയ സമയത്താണ് ഈ തുണ്ട് പേപ്പർ കൈമാറിയത്. അദ്ദേഹം അത് അപ്പോൾ തന്നെ വായിച്ചു. തന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് മാത്രം അറിയേണ്ട ഒരു വിഷമമായതിനാലും മറ്റാരും അത് വായിക്കാൻ ഇടവരരുത് എന്ന കരുതലോടെയുമാണ് അദ്ദേഹം അത് നശിപ്പിച്ചു കളഞ്ഞതെന്ന് റംലത്ത് വീഡിയോയിലൂടെ വ്യക്തമാക്കി. സതീശന്റെ ഭാഗത്തു നിന്ന് തനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും മറിച്ച് താൻ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവിന്റെ പരിപാടികൾ കാണുന്നവൻ ജനപങ്കാളിത്തത്തിൽ വിളറി പൂണ്ടവരാണ് ഇത്തരം വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്നും റംലത്ത് കുറ്റപ്പെടുത്തി. ഈ വിവാദത്തിൽ വി.ഡി. സതീശൻ തന്നെ നേരിട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ടർ ടിവിയുടെ നേരോ നേതാവേ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ ഭാഗം വ്യക്തമാക്കിയത്. തനിക്ക് ലഭിച്ചത് ഒരു നിവേദനമായിരുന്നില്ലെന്നും മറിച്ച് താൻ മാത്രം അറിയേണ്ട ഒരു രഹസ്യ സ്വഭാവമുള്ള കുറിപ്പായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും ഒരു ചെറിയ കടലാസ് കഷ്ണത്തിൽ നിവേദനം നൽകുമോ എന്ന യുക്തിപരമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. 25 വർഷമായി ജനപ്രതിനിധിയായി തുടരുന്ന തനിക്ക് ഒരു നിവേദനവും സ്വകാര്യമായ പരാതിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്നും മറ്റാരും കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത് നശിപ്പിച്ചു കളഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. AKG സെന്റർ കേന്ദ്രീകരിച്ചാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നും ഇത്തരം തരം താഴ്ന്ന സൈബർ ആക്രമണങ്ങളെ താൻ പുച്ഛിച്ചു തള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ മുറിച്ചു മാറ്റിയതാണെന്നും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണെന്നും കോൺഗ്രസ് നേതൃത്വവും ആരോപിക്കുന്നു. ഒരു സ്ത്രീ നൽകിയ പരാതി മറ്റൊരാൾ കാണാതെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് താൻ കാണിച്ചതെന്നാണ് സതീശൻ അവകാശപ്പെട്ടത്. ഇത്തരം ക്യാമ്പയിനുകൾ തന്നെ വ്യക്തിഹത്യ ചെയ്യാനായി കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ കാണിക്കുന്ന ഓരോ ചലനവും ക്യാമറ കണ്ണുകൾ നിരീക്ഷിക്കുന്ന കാലത്ത് വസ്തുതകൾ അന്വേഷിക്കാതെ രാഷ്ട്രീയ ലാഭത്തിനായി അവ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന വാദമാണ് UDF കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും റംലത്തിന്റെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പരാതിക്കാരി തന്നെ നേരിട്ട് രംഗത്തെത്തി കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണങ്ങളുടെ മുന ഒടിഞ്ഞുവെന്നാണ് UDFന്റെ വിലയിരുത്തൽ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചുമുള്ള ഗൗരവകരമായ ചർച്ചകൾക്കും ഈ സംഭവം തുടക്കമിട്ടു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ ചെറിയ ചലനങ്ങളും വലിയ വിവാദങ്ങളായി മാറാൻ സാധ്യതയുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് ഈ പേപ്പർ വിവാദം.